ഇന്ന് പരിചയപ്പെടുത്തുന്നത് 39 ഡിഗ്രി കെ ബാൻഡ് സാറ്റലൈറ്റ് അല്ലാസ്. അല്ലാസ് ട്രാക്ക് ചെയ്യുന്നത് 8.5 ഫീറ്റ് ഓമേഡ് ഡിഷിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അല്ലാസ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഷിൻ്റെ സൈസ് വരുന്നത്, ഏറ്റവും കുറഞ്ഞ ഡിഷിൻ്റെ സൈസ് വരുന്നത് 6 ഫീറ്റാണ്. 6 ഫീറ്റ് ഓഫ്സെറ്റിലാണ് ഇവിടെ കിട്ടുന്നത്. ഓട്ടോ കവറേജ് സാറ്റലൈറ്റ് പല സ്ഥലത്തും സിഗ്നലിൽ വ്യത്യാസങ്ങൾ വരും. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ കാസർഗോഡൊക്കെ ആണെങ്കിൽ സിഗ്നൽ കൂടുതലായിട്ട് കിട്ടും. മലപ്പുറം ജില്ല കിട്ടുന്ന അതേപോലെ തന്നെ കിട്ടും. അതേസമയത്ത് തൃശ്ശൂർ, എറണാകുളമൊക്കെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഡിഷിൻ്റെ സൈസിലും മാറ്റം വരും. അല്ലാസ് കുറേ ട്രാക്ക് ചെയ്തിട്ട്, കാരണം കുറേ TP-കൾ HEVC ഫോർമാറ്റിലേക്ക് മാറി. ഈ HEVC ഫോർമാറ്റിലേക്ക് മാറുമ്പോൾ വ്യത്യാസങ്ങളെന്ന് വരുന്നത് വെച്ചാൽ സിഗ്നലിന് വ്യത്യാസം വരും. സിഗ്നൽ നമുക്കിവിടെ കിട്ടുന്നത് കുറവായിരിക്കും. നോർമൽ ഫോർമാറ്റിൽ ആദ്യം വന്നത് നമുക്ക് പെട്ടെന്ന് ലോക്കായിരുന്നു, കാരണം 39% ലോക്കാവും. HEVC ഫോർമാറ്റിലേക്ക് മാറുമ്പോൾ സിഗ്നൽ കൂടുതൽ വേണം. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൈരിലേക്ക് ലോക്കാകുന്ന പോലെ 50-ൻ്റെ 60-ൻ്റെ മേലോട്ടുള്ള സിഗ്നൽ ഉണ്ടെങ്കിലേ ലോക്കായി കിട്ടുള്ളൂ. HEVC ഫോർമാറ്റിലേക്ക് മാറിക്കഴിഞ്ഞുള്ള ഗുണമെന്ന് വെച്ചാൽ ക്ലാരിറ്റി, രണ്ടാമത് ഒരു TP തന്നെ കൂടുതൽ ചാനലുകൾ, 50-60 ചാനലുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു സാറ്റലൈറ്റിലുള്ള TP-ൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഒരു TP തന്നെ കൂടുതൽ ചാനലുകൾ ആഡ് ചെയ്യാം. പിന്നെ ക്ലാരിറ്റി കൂടുതലായിട്ട് കിട്ടും. നമുക്കുള്ള ദോഷം എന്ന് പറഞ്ഞാൽ നല്ല സിഗ്നൽ വേണം, എന്നാലേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള ഫോർമാറ്റിൽ കാരണം കുറഞ്ഞ സിഗ്നലിന് 39% ലോക്കാവും. HEVC ഫോർമാറ്റിൽ വരുന്ന TP-കളൊന്നും അങ്ങനെ കുറഞ്ഞ സിഗ്നലിൽ ലോക്കാവുന്ന TP-കളല്ല. എനിക്കിവിടെ 8.5 ഫീറ്റ് ഡിഷിൽ എത്ര ചാനൽ ട്യൂണാവുമെന്ന് നോക്കാം. അതേപോലെ തന്നെ ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ വൈകിട്ടാണ് ട്രാക്ക് ചെയ്യാൻ നല്ലത്. സ്ട്രോങ് TP ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു 5 മണിൻ്റെ ശേഷമാണ് ഈ അല്ലാസ് ട്രാക്ക് ചെയ്യാൻ നല്ലത്. ആ സമയത്താണ് സിഗ്നൽ കൂടുന്നത്. ഈ കാണുന്ന 8.5 ഫീറ്റ് ഡിഷിലാണ് 39 ഡിഗ്രി അല്ലാസ് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന് കൊടുത്തിരിക്കുന്ന LNB ഇൻവെർട്ടോ ബ്ലാക്ക് LNB ആണ്. ഈ കാണുന്നതാണ് ഇൻവെർട്ടോ ബ്ലാക്ക് LNB. അഡീഷണലായിട്ട് സ്കലറിങ് കൊടുത്തിട്ടുണ്ട്. 39 ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്ന സ്ട്രോങ് TP-ൻ്റെ സിഗ്നൽ കാണിക്കാം. സ്ട്രോങ് TP എന്ന് പറയുന്നത് കൂടുതൽ സിഗ്നൽ കിട്ടുന്ന TP എന്നല്ല, അതായത് കുറഞ്ഞ ശതമാനം സിഗ്നലിൽ ലോക്കാവുന്ന TP, അതാണ് സ്ട്രോങ് TP. പല TP-കളും കൂടുതൽ സിഗ്നൽ കാണിക്കും, എന്നാൽ അത് കുറഞ്ഞ ശതമാനത്തിൽ ലോക്കാവുന്ന TP-കളായിരിക്കില്ല. 58-60% ലോക്കാവുന്ന TP-കളായിരിക്കും. അത് സെറ്റ് ബോക്സിലാണെങ്കിലും മീറ്ററിലാണെങ്കിലും കൂടുതൽ സിഗ്നൽ കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള TP-കളല്ല, കുറഞ്ഞ ശതമാനത്തിൽ ലോക്കാവുന്ന TP-യാണ് സ്ട്രോങ് TP. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ TP ആദ്യം കാണിക്കാം. ഈ TP-യാണ് കുറഞ്ഞ സിഗ്നലിൽ വർക്ക് ചെയ്യുന്നത്. 39% ഉണ്ടെങ്കിൽ ഇത് ലോക്കാവും. ഇപ്പോൾ നമുക്ക് 48% കിട്ടുന്നുണ്ട്. വൈകിട്ടാകുമ്പോൾ ഒരു 54-60% വരെ ഈ TP-ക്ക് സിഗ്നൽ കിട്ടും. ഇതാണ് സ്ട്രോങ് TP. അതായത് പുതിയതായിട്ട് ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ഈ TP വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം. സെറ്റ് ബോക്സ് ട്യൂൺ ചെയ്യണം. ട്യൂൺ ചെയ്യുന്ന സമയം വൈകിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. വൈകിട്ടാകുമ്പോഴാണ് കൂടുതൽ സിഗ്നൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് വൈകിട്ട് ഒരു 7 മണീൻ്റെ ശേഷമാണ് ഞാൻ ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന സിഗ്നലാണ്. പിന്നെ അതിൻ്റെ ശേഷം ഒരു 10-11 തവണയൊക്കെ ആകുമ്പോഴേക്ക് പിന്നെയും സിഗ്നൽ കൂടും. 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ നല്ല സിഗ്നലാണ്. അപ്പോൾ ഈ സമയത്ത് കിട്ടുന്ന ചാനലിൻ്റെ എണ്ണമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പകലൊരു 100-125 ചാനൽ കിട്ടുകയാണെങ്കിൽ വൈകിട്ടാകുമ്പോൾ ഒരു 250-300 ചാനലിൻ്റെ അടുത്തൊക്കെ വരും. അപ്പോൾ നമുക്കിപ്പോൾ 7 മണിക്ക് ശേഷം ട്യൂൺ ചെയ്തിട്ട് എത്ര ചാനൽ കിട്ടുന്നുള്ളത് നോക്കാം. ഓട്ടോ കവറേജ് സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ നല്ല രീതിയിൽ കിട്ടുന്ന സമയമല്ല, കാരണം മഴയാണ്. അപ്പോൾ അതുകൊണ്ട് മേഘത്തിന് മറവ് വന്നാൽ, മഴക്കാറൊക്കെ വന്നു കഴിഞ്ഞാൽ സിഗ്നൽ കുറയും. ഈ സമയത്ത് നമുക്ക് 260-ഓളം ചാനൽ
39 ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.